നമ്മളിതിനകത്ത് കൂടുതലൊന്നും ചെയ്തില്ല, എല്ലാം ധ്യാൻചേട്ടനാണ് ഇതിനകത്ത് ചെയ്തത്. എന്ത് ചെയ്ത് ഈ പടം മൊത്തം ധ്യാൻചേട്ടൻ്റെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നതും ചേട്ടന് അവസരം കിട്ടിയതും അങ്ങനെ ഒരു വകുപ്പായത്. പിന്നെ എല്ലാവരും കണക്ഷൻ അല്ലേ സംഭവം. അതെ, പിന്നെ നമ്മുടെ ആക്ടിങ് അല്ല നോക്കിയത്. ആക്ടിങ് അല്ല എങ്ങനെ ഡേറ്റ് ക്ലാസ് നിനക്ക് നല്ലത് ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട് നമ്മളൊക്കെ ടീം. ഇവൻ നീ ഒറ്റയ്ക്കാ എവിടെയാണ് മോഹൻ? 1 2 3 4 5 ഞങ്ങൾ ഒരു ടീമാ. ഇവ എവിടുന്ന് ഇതിൽ വന്നിരുന്നു ഷൂട്ട് സമയത്ത് ഇവര് ചെയ്താൽ പിന്നെ ആലോചിച്ച് ഷൂട്ട് ചെയ്യും. എന്ത് ചോദ്യം ചെയ്യും റീൽസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാ? ചോദിക്കട്ടെ. ഞാൻ ചേട്ടാ വിട്ടാര് വീഡിയോ ഉണ്ടാ പോരെ. ചായ എനിക്ക് ഇത്ര പൈസ മേടിച്ചു കൊടുത്ത് കൂടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 6 അതിഥികളാണ്. 6 പേർക്കും സ്വാഗതം. താങ്ക് യു. അല്ലേ, ഞാനെന്താ ഉഷാറാണ് ഭയങ്കര. ഉച്ചക്ക് ഒരു ബിരിയാണി കഴിച്ച അതിന്റെ ഒരു മന്നിപ്പുണ്ട്. അതല്ലേ, എന്റെ ഉറക്കം വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ, ഒക്കെ അങ്ങനെ കിടക്കുമല്ലോ. ബിരിയാണി എല്ലാം എപ്പോഴും കഴിക്കണം. ഇന്ന് മാത്രം എന്ത് പ്രത്യേകത? കുറച്ച് അധികം കഴിച്ചു. അതുപോലെ പുതിയുള്ള കാര്യമാണോ ബിരിയാണി അധികം കഴിച്ചു എന്ന് പറയാം. എന്തായാലും പുതിയ സിനിമ 6 പേരാണ് ഇരിക്കുന്നത്. 6 പേരും ഗംഭീരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവരന്വേഷിച്ചാൽ കണ്ടിട്ടൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ അന്വേഷണത്തിലേക്ക് വരുന്നത്. ഹൈദരാലി ആയിക്കോട്ടെ. ഇവരിങ്ങനെ നേരെ തിരിച്ചാണ്. സാധാരണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ തളർത്താനുള്ള പരിപാടിയാണ് നടക്കില്ല. സിനിമയായി എനിക്കറിയാം, അതുകൊണ്ട് ആദ്യം അറിയാം. ആദ്യം വീഴുന്നില്ല, പിന്നെ നമ്മളെ തിരിച്ച് കേൾക്കാൻ തയ്യാറാണല്ലേ. എന്നാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു. ഇത് വളരെ പ്രതീക്ഷയാണ് ധ്യാൻ ശ്രീനിവാസനുള്ളത്. ഈ സിനിമ എന്നോട് ചോദ്യമാണോ ഉള്ളത്? വളരെ പ്രതീക്ഷയാണ്. ഞാൻ ഇത്ര നാളും ചെയ്ത സിനിമയ്ക്ക് അപ്പുറത്തേക്ക് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഈ സിനിമ. അല്ല, പ്രതീക്ഷ എന്നിലുള്ള പ്രതീക്ഷനപ്പുറം ഈ മലയാളികൾക്ക് ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഇതിന്റെ പ്രൊഡക്ഷനോട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് എനിക്കുള്ള പ്രതീക്ഷ. ഓക്കെ, കാരണം അവര് വെറുതെ കണ്ടൊരു സിനിമ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സിനിമയുടെ ഫസ്റ്റ് നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ ഈ സിനിമയുടെ ഭാഗമാവണം എന്ന് ചിന്തിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത്, കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നസീർക്കേറ്റ് വർക്ക് ചെയ്തിട്ടില്ല, ഇവരായിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ. നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളെ അറിയാം. പക്ഷെ നമ്മുടെയൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്യുന്ന ഇങ്ങനൊരു സിനിമ, അവരുടെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമ. സ്വാഭാവികമായിട്ടും ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന 1-2 സിനിമകളുണ്ട്. ജാംബി എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് ജോർജ് കോര സംവിധാനം ചെയ്യുന്ന. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിനിമ നന്നാവണം എന്നുള്ള നിർബന്ധം നമ്മളെക്കാളും അവർക്കുള്ളത് കൊണ്ടും ഈ സിനിമക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് പ്രതീക്ഷ പറയുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ. പ്രതീക്ഷ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമ അത്രയ്ക്കും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കും ഉറപ്പായി. ഒരിക്കലും ഇപ്പോഴത്തെ സിനിമകൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ എന്ത് പോയി നമുക്ക് കിട്ടുന്നു എന്നുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം വെറുതെ കണ്ടൊരു സിനിമയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയണ്ടത്, ഇപ്പോഴത്തെ ചിലവാകാത്ത കുറച്ച് ടൈപ്പ് ഓഫ് സിനിമകൾ, നന്മ, ഇപ്പൊ ഇന്ന് ചിരിപ്പിക്കാൻ വലിയ പാടാണ് ചിരിയുള്ള സിനിമകൾ. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓടിയ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള എമ്പുരാൻ പോലത്തെയും തുടരും പോലത്തെയും
ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ അല്ലെങ്കിൽ പൊന്മാൻ പോലത്തെ സിനിമകളൊക്കെ തിയേറ്ററിൽ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഉജ്ജ്വലന് ഒരു അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ്, കാരണം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ, ഒരു സീരിയൽ കില്ലർ, നാട്ടുംപുറം, റൂറൽ ഡിറ്റക്റ്റീവ്, റൂറൽ സീരിയൽ കില്ലർ, അങ്ങനത്തെ കുറച്ച് യുണീക്കായിട്ടുള്ള സെല്ലിംഗ് എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ചമൻ ആയിക്കോട്ടെ, എഡിറ്റേഴ്സ്, അവരൊക്കെ സക്സസ്ഫുൾ സിനിമകൾ ചെയ്തിട്ടുള്ള ടീമുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അവർ വിസ്ലിംഗ് വുഡ്സ് എന്ന് പഠിച്ച് ജസ്റ്റ് പുറത്ത് വന്ന ആൾക്കാരാണ്. DOP ആയിക്കോട്ടെ, അവർ ഗാർഗി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട് അവരുടെ 2ാമത്തെ സിനിമയാണ് പ്രേം ശ്രേയന്തി. അപ്പം ടീം ആസ് എ ഹോൾ പ്ലസ് ദ ബാനർ എല്ലാം കൂടെ വരുമ്പോൾ ഇതിനൊരു സക്സസ് ഫോർമുല ഉണ്ട് എല്ലാം കൊണ്ടും. ധ്യാനുള്ള എലിമെന്റ് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, മൊത്തത്തിലൊരു ടീം വർക്ക്. എന്നെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെ ആണെന്നാണോ? ധ്യാന്റെ മുകളിൽ മാത്രം ആ ബാഗേജ് കെട്ടിവെക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കുറച്ച് റോണിയുടെ തലയുടെ വെക്കണം. തല വെക്കണ വെച്ചോ, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, സന്തോഷം. ഇവിടെ വേണ്ട, അല്ല എനിക്ക് പ്രശ്നമില്ലല്ലോ, ഞാൻ തലയും വെക്കാൻ തയ്യാറാ. എന്ത് വെക്കാൻ തയ്യാറാ? തന്തവേ ഇപ്പൊ പിടിക്കണ മൊത്തമല്ലേ. പിന്നെ ഞാൻ അച്ഛന്മാരായി പോലെ അങ്ങനെ ഈ സിനിമയിൽ ധ്യാന്റെ അച്ഛനാന്ന് ഞാൻ അത്രയും ധ്യാന്റെ അച്ഛനാകാനുള്ള ഒരു പക്വതയൊക്കെ ആയോ സിനിമയിൽ? നമ്മളങ്ങ് ആവുമല്ലേ, പക്വത ആവില്ലല്ലോ, നമ്മളങ്ങ് ആവുകയല്ലേ. സിനിമയല്ലേ? അല്ല, സിനിമയിലായതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടോ, അഭിനയത്തിലായെന്ന് ചോദിച്ചോ. പക്വത ധ്യാന്റെ അച്ഛനാകാൻ അതിനെന്താ കുഴപ്പം? ധ്യാന്റെ അച്ഛനായ ജീവിതത്തിലാവാൻ പറ്റില്ലല്ലോ, എനിക്ക് വേറൊരു തന്നെയുണ്ടല്ലോ. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിൽ നമുക്ക് എന്ത് തൃപ്തിയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത് അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ അളിയനോ എന്നുള്ളതല്ല വിഷയം, അല്ലേ? സുഹൃത്തൊന്നുമല്ല. അതെ, നമ്മുടെ ആ ക്യാരക്ടറിൽ നമുക്ക് തൃപ്തനാണോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ചിന്ത. കഥാപാത്രം എന്ന നിലയിൽ മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അല്ല, ഞാൻ ധ്യാനോട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ധ്യാനോടാ ചോദിക്കേണ്ടത്, ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയുണ്ട്, അപ്പനെങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അല്ല, ഞങ്ങള് വളരെ ആസ്വദിച്ച് അപ്പനും മോനും എന്നുള്ള ഒരു ചിന്ത വിട്ടിട്ട് നമ്മള് ആ സിനിമക്കകത്ത് തന്നെ ഒരു സൗഹൃദമുള്ള അപ്പനും മോനുമാണ്. ആ സൗഹൃദം ആ സിനിമക്കകത്ത് ഒരു പരിധിവരെ ഓൺ സ്ക്രീൻ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത്. കാരണം അത് വർക്കൗട്ട് ആകാന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം അല്ലെങ്കിൽ അപ്പനും മോനും ആയിട്ട് നമ്മള് വേണം. അത് സിനിമയിൽ നമ്മൾ കണ്ടെടുത്തോളം ഞങ്ങള് അപ്പനും മോനും ആ കോംബോ വർക്കൗട്ടാണ്. എനിക്ക് നസീർക്കാരുടെ ഇപ്പോഴത്തെ കുറെ സിനിമകൾ നമ്മളുണ്ട്, അച്ഛൻ റോളുകളാണ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രേക്ഷകരെ ഏറ്റെടുത്ത കഥാപാത്രങ്ങളായിരുന്നു. ഏത് രീതിക്കും ഒരു കോമഡിയനായിട്ട് വന്നിട്ട് ആളുകളെ ചിരിപ്പിച്ച് ഇപ്പൊ കരയിപ്പിച്ചു തുടങ്ങി. സ്ക്രീനിൽ ആളുകളെ കരയിപ്പിക്കുന്ന കുറെ സിനിമകൾ വന്നു. അത്തരം ഒരു കഥാപാത്രത്തിലേക്ക് മാത്രം ഇപ്പൊ മാറിപ്പോകുന്നു എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലാണ്ട് വേറെ വേഷങ്ങൾ ചെയ്ത പടങ്ങൾ ഇപ്പൊ ഇറങ്ങാനുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് പോലീസ് വേഷം രണ്ടു ചെയ്തപ്പോൾ അതായിരുന്നു, പോലീസ് വേഷം മാത്രമാണെന്നുള്ളത്. അവിടുന്ന് അച്ഛനായപ്പോ ഇപ്പൊ അച്ഛൻ മാത്രമായിരുന്നുള്ളത്. ജോണി ചേട്ടനൊരു വെല്ലുവിളി ഉയർത്തി നസീർ ഉൾപ്പെടെയുള്ള ഒരുപാട് അച്ഛന്മാരും ഒരു വാഴയിൽ നിന്നാണ് ഒരുപാട് അച്ഛന്മാരുമായിട്ട് വാഴ വരുന്നു. ഞാനാണ് ഇവിടെ ആസ്ഥാന തന്ത എന്നാണ് ജോണി ചേട്ടൻ എന്റെ ഇന്റർവ്യൂ പറഞ്ഞത്. തീർച്ചയായിട്ടും ജോണി തന്തയായിട്ട് നിൽക്കട്ടെ, ഞങ്ങക്ക് മാറി കളിക്കാമല്ലോ. അപ്പൊ അതൊരു സത്യമാണ്, ഒരു പാരയായി മാറുന്നുണ്ട് അല്ലേ? ഉണ്ടോ? കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിച്ചോ. പിന്നെന്താ, ഉറപ്പായിട്ടും. ചേട്ടൻ എന്തായാലും തന്തവി വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഞാനിപ്പോ ചെയ്ത 2 പടം വേറെ വേറെ ക്യാരക്ടേഴ്സ്. നന്നായി ചേട്ടാ, മാറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നല്ലൊരു കഥാപാത്രം. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നാരായണേട്ടൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഈ പറഞ്ഞ പോലെ ഭയങ്കര മകനെ മനസ്സിലാക്കി അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അച്ഛനാണ്. ഇപ്പം വാഴയിലൊക്കെ ചെയ്തത് അറിയാമല്ലോ, കുറച്ച് ഫാദർ സണ്ണുകൾ കുറച്ചുകൂടി ഫ്രണ്ട്സാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ശരിക്കും മനസ്സിലാക്കി വെച്ചത് അല്ലേ? ശ്രീനിച്ചേട്ടനെ പോലെ തന്നെ. സിനിമയെ പറ്റി പറയുമ്പോൾ ജീവിതത്തിന്റെ ശ്രീനിച്ചേട്ടനെ പോലെ തന്നെ അങ്ങനെ മനസ്സിലാക്കിയ അച്ഛനാണല്ലോ ശ്രീനിച്ചേട്ടൻ. അത് ജീവിതത്തിൽ അതുപോലെ സിനിമയില് ആ ജീവനുള്ള കഥാപാത്രമായി മാറി. ഇപ്പോഴത്തേക്ക് പോട്ടെ, ഇതിലെ കഥാപാത്രം എന്താണ്? സച്ചിൻ, ഒരു അവിടുത്തെ പ്ലാച്ചിക്കാവിലെ പോലീസ് സ്റ്റേഷനിലെ SI. കാര്യക്ഷമത ഒട്ടും ഇല്ലാത്തൊരു SI. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ അതാണ് അതിന്റെ ഒരു ഒറ്റ ലൈനിൽ പറയണമെങ്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ പ്ലാച്ചിക്കാവുന്നുള്ളത് കുറെ നന്മ നിറഞ്ഞ മനുഷ്യനായിട്ട് നടക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെ നടക്കുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് തുടങ്ങി പിന്നെ ആ പടം അങ്ങോട്ട് വേറെ തോതിലോട്ട് മാറുന്നു.
അപ്പോൾ അതിന് അവിടുത്തെ ലോക്കൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഒരു പുസ്തകശാല നടത്തുന്ന ഉജ്ജൽ എന്ന് പറഞ്ഞ ആൾ പുള്ളിയുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വർക്കൗട്ട് ആവാതാക്കുമ്പോൾ വേറൊരു ക്യാരക്ടർ വന്ന് ഇറങ്ങുന്നു. അതാണ് നമ്മുടെ സിജു. പോലീസിനെ സഹായിക്കുന്നുണ്ടോ? അത് ഒരു ഞാൻ അത് മുഴുവൻ കഥ പറയാൻ പറ്റില്ല. ഒരിടത്തുനിന്ന് പിന്നെ 2 രീതിക്ക് അങ്ങ് പോകുന്നു. അത്രയാണ്. 2 രീതിക്കായിട്ട് പോകുന്നുണ്ട്. 2 രീതിക്കായിട്ട് പോകുന്നു. എങ്ങനെ സഹായിക്കും നമുക്ക് സിനിമ കണ്ട് തീരുമാനിക്കാം. അതെ അല്ലേ? അതെ. ഈ ധ്യാനം സംബന്ധിച്ചുള്ള ധ്യാൻ ചെയ്തു വെച്ചത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ എല്ലാ സിനിമയിലുള്ള ആളാണ്. സിനിമകളിലെ ഒരു ഘോഷയാത്രയാണ് ധ്യാനുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമയിൽ ഒത്തിരി വിശ്വാസമുണ്ട്. അതെന്നുവെച്ചാൽ അത്ര രീതിക്ക് ഈ സിനിമ പുള്ളിക്ക് വർക്കായത് തന്നെയാണ് എനിക്ക് പേഴ്സണൽ അറിയാവുന്ന പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയാനുള്ള ഒരു കാരണം ഈ സിനിമ എന്തായിരിക്കും എന്ന് അത് അതിനായിട്ട് അത് വേറെ ഒരു കാരണം കൊണ്ടും ഒരു കാര്യം മാത്രമല്ല. കാരണം വെച്ചാൽ പുള്ളി അറിയാമല്ലോ, നിലപാടുകൾ തുറന്നു പറയുന്ന ഒരാളാണ്. ചില പടങ്ങളെ കുറിച്ച് പുള്ളിക്ക് ആദ്യമേ അത് ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അറിയാം അത് എങ്ങോട്ടാണ് അതിന്റെ പോക്കുന്നൊക്കെ അറിയാം. അപ്പൊ പുള്ളി അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ആസ് എ ടെക്നീഷ്യൻ പുള്ളിക്ക് നല്ല വിജ്ഞാനമുള്ള ആളാണ്. ചില സീനുകൾ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ പുള്ളി പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ ചെയ്യേണ്ട, കുറച്ച് കുറയ്ക്കേട്ട. അല്ല പുള്ളിക്കും അറിയാം ഏതോതിൽ എത്രയൊക്കെ മീറ്റർ. അപ്പൊ പുള്ളി അപ്പൊ ആ ഒരു ഇതിനകത്തുള്ള നമുക്കറിയാലോ കേട്ടോ, ഒരു സാധനം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഒരു പടത്തിന്റെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പിന്നെ അതിന്റെ പല പല പ്രൊഡക്റ്റ് നമ്മൾ പുറത്ത് ടീസർ വരുന്നു, അതിന്റെ സോങ്സ് വരുന്നു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. ആ ജഡ്ജ്മെന്റ് ഈ പടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൈ ആണ്. അല്ലെന്ന് നുണ പറയേണ്ട കാര്യമില്ല. 15-ാം തീയതി വരട്ടെ, പടം കിട്ടെ, പടം കൂടുതൽ അറിയാൻ പറ്റും. ഈ കൂടൽ സംഘം എങ്ങനെ ഇതിനകത്തേക്ക് കൂടി? കൂടൽ ഞാൻ കൂടൽ നിങ്ങൾ ഇതിലേക്ക് എങ്ങനെ തെറ്റി. പക്ഷെ അത് വിട്ടുതരില്ല. കൂടലല്ലേ? കുഡോസ് എന്നല്ലേ നിങ്ങളുടെ സംഘത്തിന്റെ പേര്? നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു പൊളിച്ചോണ്ട് ഇതെങ്ങനെ ഇതിനകത്ത് കൂടി? അതാണ് കൂടി പടത്തെ. ഹലോ, അതറിയാം. നിങ്ങൾ അങ്ങനെ അറിയാത്ത ആളൊന്നും അല്ല കേട്ടോ. നിങ്ങളെങ്ങനെ കൂടി? കൂടി ഫോൺ വിളിച്ചു കൂടി കൂടി ഡയറക്ടേഴ്സ് വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വീക്കെൻഡിന്റെ ബാനറിലാണ് വരുന്നത്, ധ്യാൻ ചേട്ടനാണ്. അപ്പൊ തന്നെ ത്രില്ലായല്ലോ. അങ്ങനെ ആരുമില്ലല്ലോ ഈ ഷൂട്ടിംഗ് സമയത്തൊന്നും ധ്യാന്റെ അടുത്ത് പെരുമാറിയത്. എനിക്ക് വിഷമമുണ്ട് പോനെ. അങ്ങനെ ഇതിനകത്തോട്ട് പിന്നെ നല്ലൊരു കഥ, നല്ലൊരു പ്ലോട്ടാണ്, ത്രില്ലർ പരിപാടി. ചേരുന്നില്ല കേട്ടോ, ഈ ഡീസൻസി നിനക്ക് ചേരുന്നില്ല. ഇല്ലാത്ത കഥാപാത്രം ജീവിതത്തിലെ കഥാപാത്രം സൈലന്റ് മൂഡ് പിടിക്കുന്നുണ്ടോ? അതെ, ഈ പറഞ്ഞ പോലെ പിള്ളേര് ബിരിയാണി വാങ്ങിച്ചു തന്നായിരുന്നു. അല്ല, അവന്റെ പക്വതയാർന്ന സംസാരമാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. അത് അവന് ചേരുന്നില്ല. ഇവനല്ല, ഇത് ഇവന്റെ ഉള്ളിൽ ആരോ ആണ്. ഇതവനല്ല. രാജേട്ടൻ വീക്കെൻഡ് ഇതാണല്ലോ മെയിനായിട്ട്. അങ്ങനെ പിന്നെ നല്ല കഥ പരിപാടി അങ്ങനെ കമ്മിറ്റായി. ഇവരൊക്കെ നിങ്ങൾ ഈ സെറ്റിൽ ചെന്നപ്പോഴല്ല കാണുന്നത്. അതെ, ആദ്യമായിട്ട് സിനിമ കണ്ട് വളർന്നവരാണ്. നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇവര് 3 പേരിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയതുണ്ടായിരുന്നു. എന്ത് ഞങ്ങൾ എന്താ ഇവിടെ പഠിക്കാൻ എന്താ അവിടെ പോയി ഞാൻ എന്താണ് പഠിക്കാൻ പറ്റിയത്? ഒന്നും പഠിക്കല്ലെന്നാ ഇവന്റെ ഇല്ല, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിക്കാം, വെക്കേഷനിൽ എങ്ങനെ കൂളായിട്ട് നിക്കാം, ഒരു സിനിമ എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, പുള്ളിയുടെ നമുക്ക്. അതിനുശേഷം 2-ാമത്തെ ദിവസം തൊട്ടല്ലേ ഇവ എന്നെക്കാളും കൂള്, എന്നെക്കാളും ഈസി, എന്നെക്കാളും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു. പിന്നെ എന്നെ കണ്ടാ പോലെ ഇവൻ മൈൻഡ് ചെയ്തു. ആ കൂളായി പോയി. ക്ലാഷ് ഇല്ലാതെ ഓരോരോ പടങ്ങള് പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് പഠിച്ചു. കാരണം വെച്ചാ ഇപ്പൊ അവന് വരി പടങ്ങളാ. അപ്പൊ അത് പഠിച്ചാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാം വന്ന് പിടിക്കുന്നുണ്ട് വരുന്ന നമ്മുടെ ആക്ടിങ് അല്ല നോക്കിയത്. ആക്ടിങ് അല്ല എങ്ങനെ ഡേറ്റ് ക്ലാസ് എങ്ങനെ കള്ളം പറയാം, ആ കാര്യമാണ് പഠിച്ചത്. അത് പഠിച്ചെടുത്തു. ഞാനിൽ കിട്ടിയ ഏറ്റവും വലിയ ഗുണമാണ്. വലിയ ഗുണം തന്നെയാണ്, ഒരു സംശയം വേണ്ട. നസീർക്കാരുടെ എന്താ കിട്ടിയ? നല്ല പറയണ ഇല്ല, എങ്ങനെ ഒരു സീനിയർ ആക്ടർ, പുള്ളി ഒരു സീനിയർ ആക്ടർ ആണല്ലോ. എങ്ങനെ ബാക്കിയുള്ള ജൂനിയേഴ്സിന്റെ അടുത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആണ് പുള്ളി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് നല്ലത് ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട്. സീനിയർ ആണ് അവിടെ. പുള്ളി ഫുൾ എല്ലായിടത്തും ഒരു കാരണവര്.
തമിഴോ തന്തവയോ പറയുന്നത് അതവന് മാറിയെന്ന് പറയുന്നുണ്ട്. പുള്ളി നമുക്കൊരു ബഹുമാനവും. നല്ല രസമായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. എല്ലാവരും നമ്മള് സെറ്റിൽ വരുമ്പോൾ നമ്മൾ സീനിയറോ ജൂനിയറോ എന്നുള്ളതല്ലല്ലോ. അവിടെ അല്ലേ ആ ഷൂട്ട് കഴിയുന്നവരെ നമ്മളെല്ലാവരും ഒരു നല്ല അങ്ങനെ ഒരു ബഹുമാനം അവൻ തന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് അത് പറയാതെ ഞാൻ ഒപ്പിച്ചോണ്ട് വരികയായിരുന്നു. പേടിക്കണ്ടേ, നമുക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല. രാത്രി നമ്മളൊരു 1:30 മണിക്ക് ഷൂട്ട് ചെയ്യുക. അപ്പോൾ 1:30 മണിക്ക് ഷൂട്ട് ചെയ്ത് ഇവർക്ക് അങ്ങനെ ഉറക്കുളച്ചുള്ളവരുടെ ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ഒരു ബ്ലോക്ക് 1:30 മണി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ ഇത് തീർന്നാൽ മതിയായിരുന്നു വീട്ടിൽ സിനിമ. അപ്പൊ ഇവ മോനെ അങ്ങനെ പറയല്ലോ വെച്ചാൽ പോട്ടോ ഈ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ കുറച്ചു വേറെ പടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ സീനിയറല്ലേ, നീ അതുപോലെയാണോ, നീ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ, നീ ഇപ്പൊ തന്നെ കാര്യം പറയാൻ പാടോ. അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും പരിപാടി ഒക്കെ പറഞ്ഞ് ഭയങ്കര. നമ്മൾ തന്നെ ധ്യാനൊക്കെ ഈ പറഞ്ഞ ബഹുമാനമൊന്നുമില്ല. ധ്യാനൊക്കെ എടുത്തിട്ട് ധ്യാനല്ലാതെ എനിക്കോട് വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടന്നേ. അത്തരം ക്ഷമയുണ്ടായിരുന്നു ഞാൻ അല്ലേ? അതല്ല നീ എനിക്ക് ഇത്ര ക്ഷമയുണ്ടായിരുന്നു ഇവൻ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്താ പറയാൻ ക്ഷമ പരീക്ഷിക്കും ഇവൻ. അല്ല എല്ലാവർക്കും ക്ഷമയുണ്ടായി. പക്ഷെ വേറെ പറയാതിരിക്കാം. എന്നുവെച്ചാൽ ഇപ്പൊ ഇവരിപ്പോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ പല ആൾക്കാരെയും നമ്മൾ ഫസ്റ്റ് ന്യൂ കമേഴ്സ് ആയിട്ട് കാണുന്നതിൽ ഇവര് വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് അതായിട്ട് നമ്മളല്ലേ നിരന്തരമായിട്ട് ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നോണ്ടായിരിക്കാം അങ്ങനെ ഒരു എന്താ പറയാ നമ്മളൊരു പുതിയ ആൾക്കാർ ചെയ്യുന്ന ഒരു പകപ്പില്ലായിരുന്നു ഇവര് ചെയ്യുമ്പോ ഒന്നും. അതില്ല. ഇവരുടെ അഭിനയം കണ്ടപ്പോ ഞങ്ങൾക്ക് പകപ്പായത്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എന്തോ നീ കാണിക്കണം. പുകഴ്ത്തിക്കൊണ്ട് അവരിങ്ങനെ ആദ്യത്തെ ദിവസം ഇങ്ങനെ സൈലന്റ് ആയിരുന്നു. ഒന്ന് മാത്രം ടേക്ക് പോയി, പിന്നെ ശരിയായി. മിടുക്കനാ. ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. കണ്ടാ പടി അവൻ പറഞ്ഞേട്ടാ അടിക്കണം. അവനപ്പോ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഞാൻ മാറും. 2 ദിവസം റീഷൂട്ട് ചെയ്തതാണ്. ഫസ്റ്റ് 2 ദിവസം മാറ്റിയത് ക്യാരക്ടർ മാറിയെന്ന്. ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കാൻ അർഹതയില്ല. ഇല്ല ഇവൻ അടുത്ത ഫസ്റ്റ് 2 ദിവസം റീഷൂട്ട് ചെയ്തു. കാരണം ഇവൻ ക്യാരക്ടറായിട്ട് മാറിപ്പോയി നിക്കുക. ക്യാരക്ടറായി മാറി എവിടെ പോയി നിൽക്കുകയാണ്. തിരിച്ച് അഭിനയിക്കാൻ വിളിച്ചിട്ടും വരുന്നില്ല. മാറി ഫസ്റ്റ് 2 ദിവസം കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇഷ്ടമല്ല. കാരണം വെച്ചാ പിന്നെ അങ്ങോട്ട് അങ്ങനത്തെ സാധനം അല്ല. അത് എന്റെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 2 ദിവസം ഇവർക്ക് ഉണ്ടായ ഹെവി എന്ന് വെച്ചാ ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് 3-ാമത്തെ ദിവസം ഡയലോഗ് കട്ട് ചെയ്ത് ഇതൊന്നും കൊടുത്തില്ല. ഡയലോഗ് ഒക്കെ വെച്ച് പിന്നെ 3-ാമത്തെ ദിവസം മിണ്ടായിരിക്കാൻ അറിയാവോ? പടം ഇറങ്ങട്ടെ കാണാന്നാ. ലിങ്ക് ഡയറക്ഷനുകളിലൊക്കെ ഉണ്ട്, 2 പേർക്കും ഉണ്ട്. ഷാബാസിനുണ്ട്. നമ്മളിതിനകത്ത് കൂടുതലൊന്നും ചെയ്തു. എല്ലാം ധ്യാൻ ചേട്ടനാണ് ഇതിനകത്ത് ചെയ്തത്. ഈ പടം മൊത്തം ധ്യാൻ ചേട്ടന്റെ മുൻകൂർ ജാമ്യം. നമ്മളിതിനകത്ത് നമ്മള് ഫസ്റ്റ് ഒരു പടം ചെയ്തു പോയി. നമ്മളാ ടീം പടം തലയിരിക്കുന്ന ധ്യാൻ ചേട്ടന്റെ തലയിലാണ്. പിന്നെ ഫുൾ നായകനല്ലേ, നമ്മളെ സീൻ വരെ പുള്ളി അതിനകത്ത് കൈയിട്ട് പുള്ളിയുടെ സീനാക്കി മാറ്റി അതും വാങ്ങിച്ചെടുത്തത്. ഇത്ര സിനിമയുടെ ധ്യാനം. പിന്നെ ഇവരുടെ സിനിമകളും മേടിക്കണം എന്തിനാ? ഇവന ഇല്ലാത്ത സീനിൽ വരെ ഇവനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവനെ ഇല്ലാത്ത അല്ലേ? ഇല്ലടാ, ഒരു സീനിലൊക്കെ വിളിച്ചു വരുത്തി അവനെ ചോദിച്ചു ഞാൻ കണ്ടാ ഞാൻ കൈവെള്ളം കൊണ്ടു നടക്കായിരുന്നു. അതെ, ഞാൻ എടുത്തെറിയാൻ വേണ്ടിയായിരുന്നോ? എന്റെ കൂടെ നടക്കുന്നതാണ് നമ്മളൊക്കെ ടീം. ഇവനും അല്ല ഇവൻ നീ ഒറ്റയ്ക്കാ. എവിടെയാണ് മോഹൻ?
1, 2, 3, 4, 5 ഞങ്ങൾ ഒരു ടീമാണ്. ഇവ എവിടെ നിന്ന് ഇതിൽ വന്നിരുന്നു? ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നു. ആ വഴി പിന്നെ പോയി തിരിച്ചു പോകാൻ പറ്റില്ല. ആ വഴി പിന്നെ കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല. ഇതൊക്കെ കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ കേട്ടിരിക്കാനേ പറ്റുള്ളൂ. അല്ലല്ലേ, ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. പറഞ്ഞൊക്കെ തന്നെ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, ഫസ്റ്റ് നമ്മുടെ ടീമിന്റെ ഫസ്റ്റ് പടം. ചേട്ടൻ നായകൻ. ആ, അതെടുത്ത് പറ, നീ ബൂസ്റ്റ് ആക്ക. എല്ലാരും പറഞ്ഞ് പുള്ളിക്ക് തന്നെ അത് ഒരു ഇതായില്ല. ഇവൻ പറയാന്ന് പറയല്ലേ. അല്ലെ, പടത്തിന്റെ ഭാഗമാകാൻ പറ്റി. ഫസ്റ്റ് പടം തന്നെ. സന്തോഷം. സന്തോഷമുണ്ട്. അല്ല, ഈ സമയത്ത് അവിടെ പോയിരുന്നപ്പോ വീഡിയോസ് ചെയ്യാൻ പറ്റിയിരുന്നു നിങ്ങൾക്ക്? ചെയ്തു. എല്ലാം റീച്ചുകൾ കിട്ടുന്ന വലിയ വലിയ അല്ല, വീഡിയോ ചെയ്തായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്തായിരുന്നു. ഷൂട്ടിന് സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഗ്യാപ്പ് ഇട്ട് പോയി. ഷൂട്ട് സമയത്ത് ഇവര് ചെയ്താൽ പിന്നെ ആലോചിച്ച് ഷൂട്ട് ചെയ്യും. ആ, എന്തൊരു ചോദ്യം ചോദിക്കും. ഞാൻ ചോദിച്ചത് എന്താണ്, എന്ത് ചോദ്യമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് എപ്പോ നമ്മളെ റീൽസ് ഇട്ടല്ലേ? 5 മിനിറ്റ് മിണ്ടായി അവിടെ സമയം കൊണ്ട് അവൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ? എന്ത് ചോദ്യം ചോദിച്ചാ ഷൂട്ടിന്റെ സമയത്ത് എങ്ങനെ ചെയ്യാം? ആ, ഓക്കെ. എന്താ ചോദിച്ചത്? ആ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നല്ലേ, കോണ്ടന്റ് ഒക്കെ. അത് രാത്രി നൈറ്റ് ഷൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇല്ലല്ലോ, ഇല്ലാത്ത ദിവസം ഷൂട്ട് ചെയ്യും. അങ്ങനെ അത് മാനേജ് ചെയ്ത് പോയി, വിഷയമില്ല. അവിടെ എത്ര കണ്ടന്റ് പോയായിരുന്നു? അവിടുന്ന് കുറച്ച് ആഴ്ച 2 വീഡിയോ ഒക്കെ ഇടുന്നത്, ആഴ്ച 1 വീഡിയോ ഒക്കെ. 4 വീഡിയോ എന്തോ ഇട്ടു. റീൽസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാ? എനിക്ക് സമയം തരും. ചോദിക്കട്ടെ, പാവം. എത്ര വീഡിയോ ഇട്ടു? 4, 1, 2, 3. ഇത് കാണാറുണ്ടോ? കാണാറുണ്ട്. അവിടുന്ന് ചെയ്ത വീഡിയോ സിനിമയായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തു. സിനിമയായിട്ട്, ആ ലൊക്കേഷനിൽ സിനിമയായിട്ട് ബന്ധം നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടന്റ് ഈ ലൊക്കേഷനിൽ ഇവരെ വെച്ചൊരു കഥ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിരുന്നു? ഇല്ല, ഇടാൻ പറ്റൂല. അങ്ങനെയൊക്കെ നമ്മളൊക്കെ വേറെ ഇവരെ അല്ല, നമ്മളല്ലാതെ ചെയ്ത അവിടെ നിന്നൊന്നും കിട്ടിയൊന്നുമില്ല. കിട്ടിയില്ല. കിട്ടിയത് ഇടാനും പറ്റാത്ത. എക്സ്പോസ് ചെയ്യാൻ പറ്റും. പലർക്കും അവന്റെ പേരെന്താണെന്നറിയുമോ? പേര് അഭിലാഷം. അഭിലാഷൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് അടിച്ചു അത് നല്ല പോട്ട്. ധ്യാൻ ചേട്ടാ ഇട്ടാര് വീഡിയോ ഉണ്ടാ പോരെ? മതി മതി മതി. അതല്ലേ കാണുന്നല്ലോ, അല്ല കാണുന്നുണ്ടല്ലോ, സന്തോഷം. കാണുന്നോണ്ടല്ലോ നമ്മുടെയും പൈസ വരുന്നുണ്ട് അങ്ങോട്ട്. നമ്മുടെ ഞാൻ ഫുള്ള് വീഡിയോ കാണുന്നുണ്ട് നിങ്ങളെ. അത് നിങ്ങള് കൊറേ പേര് കാണുന്നോണ്ടാണല്ലോ. പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പേര് ഞാൻ കൊറേ പൈസ എന്തുമാത്രം വീഡിയോ കൊണ്ടിരിക്കണം നമ്മള്. അതിന് ചായ പോലെ എനിക്ക് വാങ്ങിച്ചില്ല പൈസ. വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ട് കമ്പനിക്ക്. എനിക്ക് ചായ വാങ്ങിച്ചു മേടിച്ചു കൊടുത്ത കൂടെ ഒന്നും പിടിച്ചല്ലേ. പേരൊന്നും ഓർത്ത് വെച്ചോ, എന്തായാലും പഠിച്ചു വെച്ച്. ചുമ്മാ. അടുത്ത ചോദ്യം. നമുക്കൊന്നും ഇരിക്കേണ്ട വരും. പടം കഴിയട്ടെ, നമുക്കൊന്നും ഇരിക്കേണ്ട വരും. ഇരിക്കാമല്ലോ. അവനാണ് കൂട്ടത്തിൽ ഏറ്റവും പാവം. ഏറ്റവും എടുക്കുന്നത് ഇവനാണ് ഏറ്റവും പ്രശ്നം. ഇവൻ ഓക്കെ ആണ് കേട്ടോ. അവൻ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ മതി കേട്ടോ. ഇവരൊന്നും വേണ്ട. അല്ലല്ല, നമ്മള് ഗ്രൂപ്പായിട്ട് വഴിവെട്ടി 4 പേരുടെ വഴിവെട്ടിയാ വന്നത്. നിങ്ങൾ അവനെ ഒറ്റപ്പെടുത്തരുന്നത് ഇപ്പൊ പറഞ്ഞു. ഞാൻ സിനിമയിലെ കാര്യമാണ്. അല്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ട. നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലോ. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ടല്ലേ ഇവിടെ മലയാള സിനിമയിൽ ഇപ്പൊ നിങ്ങൾ എത്തിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നതും ചേട്ടന് അവസരം കിട്ടിയതും. അങ്ങനെ ഒരു വകുപ്പായത്. പിന്നെ എല്ലാവരും കണക്ഷൻ അല്ലേ സംഭവം. അതാണ്. നിങ്ങളല്ലാതെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകാറില്ല അല്ലേ? അതെ, നമ്മള് ടീമായിട്ട് വന്ന് നമുക്ക് ചേട്ടനുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി അല്ലേ? ഇതിപ്പോ ആരാ വെക്കുന്ന അങ്ങോട്ട് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഒന്നും മനസ്സിലാണല്ലോ. അല്ല, നമുക്കിപ്പോ ചേട്ടൻ്റെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ നമുക്കൊരു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ. അതെ, നമ്മൾ ഒരു ദിവസം കൊല്ലത്ത് വെച്ച് തൂക്കിയായിരുന്നു, ഓർമ്മയുണ്ടോ? മൈക്കുമായിട്ട് നടന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ. ഇവര് പണ്ടേ ശത്രുക്കളാ. നമ്മള് കലോത്സവം കണ്ട് കപ്പലിന്റെ ഒക്കെ അടിച്ചിരുന്ന ഓടി വരുന്നു മൈക്ക്. പിന്നെ കൊറേ സാധനം കിട്ടിയായിരുന്നു. കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്താ പോയാ. എനിക്ക് അവിടെ ഏറ്റവും റീച്ച് ഉണ്ടായ ഇവരുമായിട്ടുള്ള
1-1 ആയിട്ട് നിന്ന് ഇവർ 4 പേരും വന്ന് കലോത്സവം കണ്ട് പക്ഷെ അന്നും പേരെ അറിയത്തില്ല, അന്ന് നേരെ ഞങ്ങളെ അറിയത്തില്ല. അല്ല, പുള്ളിയുടെ നേരെ assistant വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, "ഒരു video നമ്മളെ എടുത്തേ." start അപ്പോഴേ മൈക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തൊരു ഒറ്റ അരമണിക്കൂർ ഞങ്ങളോടൊന്ന് സംസാരിച്ച അരമണിക്കൂർ അപ്പൊ ആരാ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചു. അന്ന് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടപ്പോ എന്നിട്ടാണ് അതാണ് നേരെ അറിഞ്ഞൂടാ അന്ന്. മനസ്സിലായില്ലേ ഇപ്പൊ ആ ഒരു ഇത് മനസ്സിലായില്ലേ നമ്മള് കണക്ഷൻ. എന്നിട്ടാണ് പറയുന്നത് അതെ. നിങ്ങൾ ഇൻസ്റ്റയില് പൈസ അങ്ങോട്ട് കൊടുത്തുന്നു. കാണുന്നുണ്ടല്ലോ അവരുടെ വീഡിയോ. നിങ്ങൾ ഇൻസ്റ്റ അക്കൗണ്ട് കാണിച്ചോട്ടെ. നമ്മളെല്ലാവരും Follow ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്ന ജോലി അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. അത്രേ ഉള്ളൂ. ഇവര് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അഭിനയിക്കുന്നു, നമ്മള് video ഒക്കെ ചെയ്യുന്നു. വീഡിയോ ചെയ്യുന്നു, ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നു, വാങ്ങുന്നു, ഇതൊക്കെ അങ്ങ് പോവും. ഇതെല്ലാം അല്ലെ ഇതൊക്കെ നമ്മളെല്ലാവരും ജോലിയാണ്. ഇതെല്ലാം ഒരു ദിവസം അങ്ങ് പോകുന്നു. പിന്നെ നമ്മള് തിരിച്ചു വരില്ല. ഇതെല്ലാം പോവും. പിന്നെ നമ്മള് മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ അതാണ് പറ്റുമോ? ഉദ്ദേശിച്ചത്. അതല്ലേ കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾ അടുത്ത കാലത്ത് അല്ലാതെ മരിക്കുമെന്നാണ് മരിക്കുന്ന പറഞ്ഞത്. serious ഒക്കെ ആയിട്ടാണ് നീ വന്നത്. അടുത്ത കാലത്ത് നിങ്ങളുടെ മരണം സംഭവിക്കുക. അത് മോശമായിപ്പോട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. എന്താടാ വേറെ അർത്ഥത്തിലാക്കാം. നമുക്ക് മനസ്സിലായി നമ്മളെല്ലാം ജോലി ചെയ്യുന്നു. കൊണ്ടുപോകാൻ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്ത് തന്നെ നമ്മള് തീരുന്നാണ് പറഞ്ഞത്. അല്ലല്ല ഒരിക്കലും അല്ല. പോകുന്നതിന് നമ്മളല്ല അതന്നെ നല്ലത് പറയിപ്പിച്ച് നല്ലോണം ജോലി ചെയ്ത് പോവുക അത്ര. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നല്ലോണം കേരളത്തിൽ കേറാതെ പോവാ. ഒരിക്കലും വലിയ അർത്ഥത്തിലാക്കാം. മനസ്സിലായല്ലോ ഏട്ടനെ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചു നമ്മളെല്ലാം ജോലി ചെയ്യുന്നു. എല്ലാം പോകുന്നു, കൊണ്ടുപോകുന്നു. ഇല്ല അവിടെ വരെ പോണ്ട, അത്രേ ഉള്ളൂ. ജോലി ചെയ്യുന്നു, ജോലി ചെയ്താൽ മതി. വേണ്ട, കൊണ്ടുപോകാൻ പറ്റൂല. ബിരിയാണി തന്നെയാടാ കഴിച്ചത്. അവിടെ നിങ്ങളെ കലക്കി വെച്ചിരുന്ന മിനറൽ വാട്ടർ എടുത്ത് കുടിച്ച്. ഇപ്പൊ അവിടെ ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അല്ല ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ സംസാര രീതി ആണെങ്കിലും അതൊക്കെയാണല്ലോ നിങ്ങൾ ഈ സിനിമയിലേക്ക് എത്തിച്ചത് അല്ലേ? നിങ്ങളെ കണ്ടെത്തി വിളിക്കുകയാണെങ്കിൽ ഒരു സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ ഇപ്പൊ കുറെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടി, വീഡിയോ ഇട്ടു, അത് റീച്ചായി. പക്ഷെ അതും ഒരു ജോലിയായി. അപ്പം അത് കണ്ടിട്ട് വിളിച്ചു, ഡയറക്ടേഴ്സ് വിളിച്ചു, ഓക്കെയാണ്, കഥ കേട്ടു. പിന്നെ അതാണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. അല്ല നമുക്ക് സിനിമയായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്ക് പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരുപാടുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഫസ്റ്റ് പടം ധ്യാൻ ചേട്ടനായിട്ടുള്ള ഇങ്ങനെ വന്നിട്ട് നീ എന്തിനാ അത്? നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. ഫസ്റ്റ് പടം അല്ലല്ല സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് അങ്ങനത്തെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. എന്തിന് ഓ നിങ്ങൾ അടിപൊളിയായിരിക്കും ധ്യാനുമായിട്ടൊക്കെ വന്ന് അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞത്? എന്തിനൊന്ന് കാരണം 2 ദിവസം ഇവൻ കാരണം ഷൂട്ടിംഗ് ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ സത്യം. അത് ഇവൻ ചോദിക്കും സൈഡ് എന്തിനൊന്ന് സൈഡിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സിനിമയുടെ ഭാഗങ്ങൾ എല്ലാവരും ആഗ്രഹമാണ് കേട്ടോ. ആ സിനിമയിലേക്ക് നിങ്ങൾ എത്തി, നല്ലൊരു സിനിമ, നല്ലൊരു പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്തെത്തി, നല്ലൊരു ഡയറക്ടറിന്റെ അടുത്തെത്തി. അപ്പൊ ഈ സിനിമയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ചെയ്യുന്ന ഇനി നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയിലും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകാം. കുറച്ച് നമുക്ക് സൈലന്റ് ആയിട്ട് പോകാം. ഗ്യാങ്ങിലേക്കൊക്കെ ഇവരൊക്കെ ഒന്ന് പോട്ടെ. പോയിട്ട് പിന്നെ കാണാം. ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ട്. ഒത്തിരി യൂട്യൂബ് ചെയ്യുന്ന പല പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ സിനിമയിലേക്ക് വരുന്നുണ്ട്. ഇത്തരം കഴിവുള്ളവരൊക്കെ പണ്ടൊക്കെ മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കലോത്സവ വേദിയിൽ നിന്ന് നാടകത്തിൽ നിന്നുണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുന്ന നാടകത്തിൽ നിന്നുണ്ട്. ഇപ്പൊ ഈ ഇത്തരം ഒരു ട്രെൻഡുകൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് കാലഘട്ടത്തിന്റെ മാറ്റം അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതേപോലുള്ള കലാകാരന്മാർക്ക് ഇപ്പോൾ വരാൻ ഏറ്റവും നല്ല അവസരം ഇതാണ്. പണ്ടാണെങ്കിൽ നമ്മൾ ചാൻസ് ചോദിച്ചും എത്ര പേരുടെ മുമ്പിൽ പോകണം ഒരവസരത്തിന് വേണ്ടിയിട്ട് എത്തണ്ടേ. ഇപ്പോൾ അത് ആവശ്യമില്ല. ഇപ്പോൾ ഇവരുടെ റീൽസ് കണ്ട് ഇവർക്ക് അവസരം കൊടുക്കാൻ ഡയറക്ടേഴ്സ് ഉണ്ട്. വേറെ പകർപ്പായിരുന്നു 80-കളും 90-കളും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സ്കിറ്റുകൾ പണ്ടൊക്കെ, പക്ഷെ അത്രയും ബലം വേണ്ട ഇപ്പോഴത്തെ സ്കിറ്റിൽ നിന്നാണ്. നമ്മൾ അന്ന് ചെയ്ത പോലെ അത്ര ഭയങ്കരമായിട്ടുള്ള ഹ്യൂമറുകൾ വേണമെന്നില്ല. ലൈറ്റർ ഹ്യൂമർ മതി. ഇപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് അല്ലേ ചെയ്തു പോകുന്നത്. നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടോ നന്നായിട്ട്? ഇല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. ബലത്തുള്ള സാധനങ്ങളാണ്. ധ്യാൻ ചേട്ടൻ ഞാൻ എന്റെ അച്ഛൻ്റെ നമ്മളെ ഫാദർ മോനെ അത് രക്തത്തിലുണ്ട് മോനെ. രക്തത്തിലുണ്ട്.
ഹ്യൂമർ. ഉള്ളതാണ്. അവൻ അറിയില്ല ഞാൻ എങ്ങനെ സിനിമയിൽ വന്നു എന്ന്. പാവം. ഞാൻ പറഞ്ഞു കൊടുക്കണം. ഡെയിലി എന്നോട് പറയുന്നതാണ് ശ്രീനിവാസന്റെ മോൻ അല്ലെങ്കിൽ സിനിമയിൽ വരുമായിരുന്നു എന്ന് ചോദിക്കുന്നവനാണ് എന്നോട് എങ്ങനെ വന്നു എന്ന്. പൊതുജനത്തിലൊരു സംസാരം ഓ ഇത് എന്റെ അച്ഛനല്ല ശ്രീനിവാസൻ. പൊതുജനത്തിലും സംസാരം ഉണ്ടെന്ന്. എന്ത് മറുപടി കൊടുക്കണല്ലേ? അവനറിയില്ല. അല്ല അത് ഞാൻ അവന് പറഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തോളൂ പരിപാടി കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കണല്ലേ? ഞാനിപ്പം മലയാള സിനിമ നല്ല ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? തുടരും സിനിമ, എല്ലാ സിനിമകളും നല്ല ഹൈപ്പ്. രേഖാചിത്രം തൊട്ട് കുറെ ജനുവരി തൊട്ടും കൂടെ എടുത്താൽ നല്ല ഹൈപ്പിലാണ് സിനിമകൾ പോകുന്നത്. സിനിമകൾ ഇഷ്ടപ്പെട്ടു, നല്ല കഥയാണ് സിനിമ വിജയിക്കുന്നത്. പണ്ട് തൊട്ട് പറഞ്ഞത് സിനിമകൾ വിജയമാണ്. അതിനോടൊപ്പം തന്നെ ലഹരിയായിട്ട് സിനിമയിലേക്ക് കൊണ്ട് ആ ലഹരി ആ ലഹരിയിൽ വന്ന് പ്രശ്നങ്ങളാവുന്നു. നല്ല കാലം വരുമ്പോൾ ലഹരിയിലേക്ക് വേണ്ടി സിനിമയ്ക്ക് വീണ്ടും തിരിച്ചടി വരുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഞാൻ എഴുതുമ്പോൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ലഹരി ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നു, അതൊന്ന് സ്വയം നിർത്തിയതാണ് ഞാൻ തന്നെ പറഞ്ഞത്. ഇപ്പോ കാണുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വേണ്ട ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്വയം വീഡിയോ ചെയ്തതാണ്, ഒന്നും എത്താതെ ഒരു പ്രഹസനമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് സ്വയം തോന്നിയ പറ ഞാനത് വീഡിയോ ചെയ്തതാണ്. അങ്ങനെ ധ്യാനം വല്ലതും തോന്നുന്നു. ഇതിപ്പം ഒരു സത്യസന്ധമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് തോന്നിയിട്ടുണ്ട്. പ്രഹസനമായിട്ടൊന്നും നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിലുള്ള പോലീസുകാർ അവർക്കിത് കാണിച്ചുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാരണം അവർ അതിൻ്റെ പുറകെ രാവും പകലും വരുന്ന എഫേർട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ പുറകെ. കാരണം ഒരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, അതിൻ്റെ പുറകെ രാത്രി പാതിരാത്രിക്കൊക്കെയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഇതിൻ്റെ പുറകിൽ പിന്നെ പലതും രഹസ്യ വിവരങ്ങൾ ഇങ്ങനെ വിവരം കിട്ടുന്ന സമയത്ത് അവർക്ക് പോയി അന്വേഷിച്ച് ഇതാക്കേ പറ്റുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ അടുപ്പിച്ച് വന്ന രണ്ട് സംഭവങ്ങൾ അതിനു മുന്നേ പോലീസുകാർ എത്ര വലിയ വലിയ ലഹരിയായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് അടുപ്പിച്ച് രണ്ട് സിനിമാ പ്രവർത്തകരെ ചെയ്തപ്പോ അതിനൊരു ലൈം ലൈറ്റിലൊരു മീഡിയ ഈ പറഞ്ഞ പോലെ അതിനെ എടുത്ത് പോർട്രേ ചെയ്ത് അതിനെ വലുതാക്കി കാണിച്ചു. പോലീസുകാർ ആര് ചെയ്ത പ്രഹസനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രഹസനം ചെയ്ത് കാണിച്ചിട്ടുണ്ടോ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രഹസനമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഒരു 2.5 മണിക്ക് ഒരു പാർട്ടിൽ കയറുന്നു, 2.5 മണിക്ക് കയറുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സൈസ് വീഡിയോ എടുക്കുന്നു. 2:35 ആയപ്പോൾ മീഡിയാസിന് അയച്ചു തരുന്നു. പോകുമ്പോൾ മീഡിയാസിനെ വിളിക്കുന്നു. അപ്പോൾ അവരിത് ചെയ്യുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമായെന്നാണ് എനിക്ക് തോന്നിയത്. എന്റെ തോന്നലാണ്. നമുക്ക് അത് ഇങ്ങനെ ഇതിന്റെ ഇത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരവിടെ അത് ഉപയോഗിച്ചിരുന്നല്ലോ വോട്ടവർ. അപ്പൊ അത് ക്രൈം അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ അത് ഇല്ലീഗലായിട്ട് ഒഫൻസ് ഉള്ള സമയത്ത് അത് പോലീസുകാർ പ്രഹസനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അവരവിടെ പോയപ്പോൾ അവിടുന്ന് വെറും കൈയോടെ വീശി വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കാട്ടിക്കൂട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷെ അവര് പോയ സമയത്ത് അവിടുന്ന് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും നമ്മുടെ സഹപ്രവർത്തകർ വളരെ ചെറിയ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് അത്. അവർക്ക് ആ ചെറിയ ഇതിലാണെങ്കിൽ പോലും കിട്ടി. അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം ഈ അന്വേഷണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത്തരം ഓപ്പറേഷൻ ഡസ്റ്റർ തൊട്ട് പല ഓപ്പറേഷൻസായിട്ട് ഇത് കാലാകാലങ്ങളായിട്ട് വരുന്നതാണ് ഈ ലഹരി വേട്ടയും പരിപാടിയൊക്കെ. അതിൽ ഇപ്പൊ അടുപ്പിച്ച് ഈ രണ്ട് സംഭവങ്ങൾ വന്നപ്പോൾ ഒരു എന്താ പറയണ്ടേ, എല്ലാവരും മീഡിയയും ഇതൊക്കെ ഇതിനൊരു കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുത്തു. ആലപ്പുഴ തുടങ്ങി 2 കോടി രൂപ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങിയതാ. ആ ഫോൺ കോളുകൾ വെച്ചിട്ട് ബാസിയുടെയും ഷൈന്റെയും പരിപാടിയിലോട്ട് പിന്നെ ഡയറക്ടേഴ്സായി പിന്നെ വേടനായി. അപ്പൊ അങ്ങനെ പിന്നെ ഇതിനോടൊപ്പം തന്നെ പല ആൾക്കാരും പിടിക്കുന്നുണ്ട്. അപ്പൊ ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഇതുണ്ട്. അവർ ഇതിന്റെ പുറത്തെടുക്കുന്ന വെറുതെ പോയിട്ട് ഒരാളെ പോയി രാത്രി പോയി പിടിക്കുക എന്നുള്ളതിനപ്പുറം അവരെന്തിനാണ് മെനക്കെട്ട് പോയി പിടിക്കുന്നത്? അവരും എടുക്കുന്ന ഒരു എഫേർട്ടല്ലേ, അവരുടെ ഒരു എനർജിയും അവരുടെ സമയവും ഒക്കെ കളഞ്ഞിട്ടാണല്ലോ പോകുന്നത്. വേടനെ പിടിച്ചു കഴിഞ്ഞിട്ട് വേടനെ രാമത്തിനോട് പിന്നീട് അത് പുലിപ്പല്ലിലേക്ക് പോകുന്നു. ആ പുലിപ്പല്ലിലേക്ക് പോയിട്ട് സർക്കാർ തന്നെ 2 അഭിപ്രായങ്ങളിലേക്ക് മാറുന്നു. വനമന്ത്രി തലേന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മാറ്റി പറയുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റിയതാന്ന് പറയുന്നു. മുഖ്യമന്ത്രി അല്ലത് പറയുന്നു. അതും ഈ പൊതു ഉദ്യോഗസ്ഥരുടെ വീര്യം കെടുത്തുന്നതിലേക്ക് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ടാവും. അല്ല അതിപ്പോ ഇത് വേടന്റെ സംഭവം വന്നത് ആദ്യമായിട്ട് വന്നത് ഈ പറഞ്ഞ കഞ്ചാവിന്റെ സംഭവം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഫോളോ ചെയ്തിട്ടാണല്ലോ ഈ പ്രശ്നം വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോ ആൻഡ് ഓർഡറല്ലോ, ഫോറസ്റ്റുകാരാണ് അത് ഏറ്റെടുത്തതും ഫോറസ്റ്റുകാരാണ് അത് മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ. പിന്നെ ഇത് പുലിപ്പല്ല് തന്നെയാണല്ലോ അല്ലേ, അപ്പൊ അത് ഉറപ്പിച്ചതിന് ശേഷമാണല്ലോ അത് കൊടുത്തത്. പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല, അന്വേഷിക്കാം. പക്ഷെ അതിന്റെ പേരിൽ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു. അതിനെ ഫോളോ ചെയ്തിട്ട് പക്ഷെ ഒരു ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതിന് വേടൻ കൃത്യമായി സഹകരിച്ചു. പുള്ളി പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചു. കോടതി ബെയിൽ അതിനകത്ത് ഇപ്പം എന്താ പുതിയതായിട്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരു സാധനം പുതിയതായിട്ടൊരു
നാടകമൊന്നും നടന്നിട്ടില്ലല്ലോ. 2 ദിവസം നിന്നു, മാത്രമല്ല വേടൻ ചെയ്തതിന് പൂർണ്ണമായിട്ടും പുള്ളി മാപ്പം പറഞ്ഞു. പറഞ്ഞില്ല. Follow ചെയ്ത് പുള്ളി പുള്ളി പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് അതിനായിട്ട് സഹകരിക്കുകയും ചെയ്തു. ഫോറസ്റ്റുകാര് കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു. ആളെ കൊടുത്ത ആളെ പറ്റിയിട്ട് വിവരമൊന്നും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അന്വേഷണം വരണം. ഇത് ഒറിജിനൽ ഇതാണെങ്കിൽ അത് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രൊസസ് ചെയ്യുന്നത് തെറ്റാണ്. അതൊക്കെ ബോധമുള്ളതുകൊണ്ടാണുള്ള വേദന അതുമായിട്ട് സഹകരിച്ചതൊക്കെ. സ്വാഭാവികമായിട്ടും അതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇത് ഇത്രയും കാലമായിട്ട് വേടൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല അല്ലേ? എത്രയോ ഷോകളിൽ വേടൻ ഈ മാല ധരിച്ചിട്ടുണ്ട്, അന്നൊന്നും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ്, ഒരു ഒഫൻസ് വന്നപ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെപ്പറ്റിയും ഒരു ഡിസ്കഷൻ വന്നു. സ്വാഭാവികമായിട്ടും അത് അഡ്രസ്സ് ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ അതിനെ ഒരു ഇതാക്കി മാറ്റി. സോ ഇതെല്ലാം അതിന്റെ എനിക്ക് തോന്നുന്നു നോർമൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നടന്നതായിരിക്കും. കാരണം അതിന്റെ നെക്സ്റ്റ് ഡേ 2 ദിവസം 1.5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബെയിലും കിട്ടി. പിന്നെ പക്ഷെ ഇത്തരം ഒരു അന്വേഷണവുമായിട്ട് എല്ലാവരും സഹകരിക്കുകയും ചെയ്യണം. ഇത്തരം ഒരു എക്സൈസും പോലീസും ഇനിയും ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ എക്സൈസും ലോ ആൻഡ് ഓർഡർ ഒക്കെ സിനിമാക്കാര് മാത്രമല്ല, ഇത് എല്ലാവരും വരുന്നത്. നമ്മള് 5 പേരെടുത്ത് കാരണം അവര് മാത്രമാണ് ഇത്. നമ്മള് സൈമൾട്ടേനിയസ് ആയിട്ട് മനോരമ മാതൃഭൂമി എടുത്തിട്ട് അതിനോട് അടുത്തടുത്ത പേജുകളിൽ ഇഷ്ടം പോലെ കിലോ കണക്കിന് നമ്മൾ വലിയ ഡ്രഗ്സ് എടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ആകുമ്പോൾ ഒരു ലൈം ലൈറ്റിൽ ഒരു വാർത്ത കിട്ടും എന്നല്ലാണ്ട് ഒരു അറ്റൻഷൻ കിട്ടും തന്നെ അപ്പുറം ഡെയിലി ഇത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി മാത്രം പോലീസുകാർക്ക് ഇത് പിടിച്ച എത്ര പോലീസുകാരെ നമ്മൾ വാർത്തയിൽ കണ്ടു? അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇതിനെക്കുറിച്ച് അവർക്ക് അതിന്റെ ഒരു അറ്റൻഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാർക്ക് അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ള ഒരു ക്രെഡിറ്റ് വേണമെന്നുള്ള, കാരണം അവർ കാലാകാലങ്ങളായിട്ട് എത്രയോ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഈ നോർമൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. കാരണം ഇവരെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മീഡിയ ആയിരിക്കും ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി ഇതിനെ ഡിസ്കഷൻ കൗണ്ടർ പോയിന്റ്, മറ്റേത് ഡിബേറ്റ്, ചർച്ച. ഷൈൻ്റെ തന്നെ കേസ് ഞാൻ ആലോചിക്കുകയാണ്. ഷൈൻ്റെ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഒന്നാമത്തെ ഷൈൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയ്ക്കോട്ടെ നമുക്കറിയാം 70 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അവരൊക്കെ വീണ്ടും നമ്മൾ ഇത്രമാത്രം ഹോണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങോട്ട് പിന്നെ മീഡിയക്കാരെ നമുക്കൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. പ്രത്യേകിച്ച് സിനിമയും രാഷ്ട്രീയമാണ് ലോകത്തിൽ എവിടെ പോയാലും സിനിമയും പൊളിറ്റിക്സും സ്പോർട്സും ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വാർത്ത. സോ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനത് കളയണം? ഇങ്ങനൊരു ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലത്തെ സാധനം കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു സംഭവം വരുന്നു, പിന്നെ വേടം വരുന്നു, അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെ മറന്നു, പിന്നെ വേടം വരുന്നു, പിന്നെ അടുത്തൊരു സംഭവം വരുമ്പോൾ അടുത്ത ആളെ പിടിക്കുന്നവരെയാണ്. ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇവരൊക്കെ പഴയതാവും. ആദ്യം ഷൈനിൽ തുടങ്ങിയതാണ്. ഷൈന് കഴിഞ്ഞ് ഷൈൻ മറന്നു. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഷൈന് ചാടിയത് ഇതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ നേരെ വേടനിലോട്ട് പോയി. ഇനി അടുത്തൊരു വലിയ സംഭവം വരുമ്പോൾ, ഒരു വലിയ വേട്ട വരുന്ന സമയത്ത് ആൾക്കാർ ഇവരൊക്കെ മറക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒഫൻസ് ഇസ് ആൻ ഒഫൻസ്. അത് അവർക്കും ബോധമുണ്ട്. അവരതിന് എന്താ പറയണ്ടത്, സ്റ്റേഷൻ ജാമ്യത്തിൽ വന്നിറങ്ങി. ആൻഡ് അവര് വേടൻ പറഞ്ഞു അത് തിരുത്താൻ വേണ്ടി തിരുത്താന്ന് പറഞ്ഞു. ഷൈൻ ഓൾറെഡി ഡി അഡിക്ഷനിലോട്ട് പോയി, ബാസി ഇപ്പൊ പോകാൻ പോകണം. അപ്പൊ എല്ലാം കൊണ്ടും ഓണെ പോസിറ്റീവ് നോട്ടല്ലേ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ, എല്ലാം നല്ല രീതിയിലല്ലേ അവസാനിച്ചിട്ടുള്ളത്. ഷൈനെ നമുക്കറിയാം. ഷൈൻ എത്രയോ എല്ലായിടത്തും ഹാജരായല്ലോ. എല്ലായിടത്തും കൃത്യമായിട്ട് ഡി അഡിക്ഷനിൽ അവിടെ പോയി ഇരിക്കുന്നു. വേടൻ ഇതിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് മോശമാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ടല്ലേ അവസാനിച്ചിട്ടില്ല. ഇതിനെന്തിനാണ് വളരെ ഇതായിട്ട് ഇതിന് ഇത് ചെയ്യുന്നുള്ളതാണ് സ്ട്രക്ചർ ചെയ്ത്. ഇതിന് നെഗറ്റീവായിട്ടൊന്നും ഇല്ലല്ലോ. എല്ലാരും നല്ലതിലോട്ട് മാറണം എന്നല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാം അവരവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതെന്ന് തോന്നിടത്തോളം അത് ഓക്കെയാണ്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. സിനിമകളിൽ നല്ല രീതിക്ക് അഭിനയിക്കാൻ ഈ പറഞ്ഞവർക്കൊക്കെ കഴിവുള്ളവരാണ്. അവർ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് നമുക്ക് അവസാനം നടന്നതിൽ നമ്മുടെ പടത്തിനെ കുറിച്ച് രണ്ടു വാക്കൊന്ന് പറയണേ. അല്ല ലഹരിയിലേക്കൊന്നും പോയിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു കുറെ നേരം ലഹരി വിമുക്ത ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞതാണ്. വൈദ്യർക്കൊന്ന് പറയണേന്ന് പറഞ്ഞത് ഈ സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ലഹരിയായിട്ട് ബന്ധപ്പെട്ടല്ല, ബന്ധപ്പെട്ട സിനിമയല്ല, ലഹരിക്ക് എതിരായ ഒരു സിനിമയാണ്. ഈ സിനിമയാണ് ഞങ്ങളുടെ ലഹരി. ഈ സിനിമയാണ് നമ്മുടെ ലഹരി. ആ ലഹരിയിൽ അന്വേഷണത്തിലൂടെ നമ്മുടെ പബ്ലിസിറ്റിയിലൂടെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ ഈ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാൻ ഇവൻ പറയുന്ന പോലെ ധ്യാന്റെ തലയിലേക്ക് ഇടാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തലയിലേക്ക് ഇട്ടുകൊണ്ട് തലയിലിട്ട് വിജയിപ്പിക്കുക. ഫണ്ണാണ് ഫണ്ണ്. മാറും മാറും. 2 പുതിയ സംവിധായകരെയാണ് ഇതിലൂടെ മലയാള സിനിമയ്ക്ക് കഴിവുള്ള 4 പുതിയ കഴിവുള്ള നടന്മാര്
നാല് സിനിമയിൽ നവാഗത entry പ്രതിഭ- വെച്ച് പുതിയ 6 പേരാണ് ഈ മലയാള സിനിമയ്ക്ക് മെയ് മാസത്തിൽ തരുന്നത്. അതെ. അവരുടെ വിജയങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയും. നമ്മക്കൊന്നും വേണ്ടേ എല്ലാവരും എല്ലാവരും ഓ അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു അപ്പം എല്ലാം കിട്ടിയില്ലേ?